എന്താ ആഴ്ചമാത്താക്കും ഉമ്മച്ചിക്കും പേജെന്താ? പേജിന്റെ പേര് ഷീവെയിൽസ് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് നമുക്ക് ആഴ്ചമാത്താക്കും ഉമ്മച്ചിക്കും കുറച്ച് തട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഷീവെയിൽസ് ഇട്ടാ SHEVEILS. തലയിൽ നിൽക്കണ വേണം പറഞ്ഞപ്പോഴേ ആഴ്ചമാത്താക്കിടാനും കുറച്ച് തട്ടം നല്ല സുഖമുള്ള നല്ല സോഫ്റ്റ് ക്ലോത്തിൽ. ഞാനോ ഞാൻ ഇട്ടെങ്കിൽ മറ്റേ ക്ലോത്താട്ടോ അല്ലേ കോച്ചുമണി കിടന്നുറങ്ങാം. കദീസോ എന്താ വർത്താനം? അയലൊക്കത്തെ എത്താ വർത്താനം? ഓൻ ഗൾഫ് കായതേ ഓൻ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയൊക്കെ കള്ള പൈസയാ. അയലൊക്കത്തെ സുബൈദായി ആ സുബൈദാന്റെ മോനെ ഒരിക്കലും കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. ഓൻ കഞ്ചാവാ. ഓൻ കഞ്ചാബ് MDMS ആണേ. നബീലേ ഓ വ്ളോഗിലേ മുട്ടായി വേണ്ട അത് വേണ്ട ഇത് വേണ്ട പറഞ്ഞിട്ടേ വലിച്ച് തിന്നാട്ടോ, വലിച്ചടിച്ച് കയറ്റുന്നതാ. അവിടുന്ന് വ്ളോഗിൽ നല്ല കൊല്ലിനെ കണ്ടൊന്നും വേണ്ട, നല്ല മാട്ടടി കേട്ടോ. മറ്റേ ഇവളെ കുട്ടിക്ക് PSC കിട്ടിയില്ലേ? അത് PSC ഇല്ല, അത് കള്ളപ്പരീക്ഷ കിട്ടിയതാ. ഇച്ച് വേണ്ട. ഇതിലൊക്കെ മറ്റേ ഇതുണ്ട്, അജിനാമോട്ടോ ഉണ്ട്. ഓ പോരെ, എനിക്ക് വേണ്ട എന്റെ ചാത്തപ്പ സാധനം. ഒറ്റൊന്നും വേണ്ട, ഒറ്റ തിന്നാൽ തന്നെ ജീവിതം. ഇതെന്താ കളറ്? അഫീഫ അതിന്റെ മണം മൂക്ക് കുത്തുന്നു. ആ വേണ്ടിയിരുന്നു. ഞാൻ എന്റെ ഫേസ് കണ്ടിട്ടില്ല കേട്ടോ, ഫേസ് കണ്ടിട്ടില്ല, മേക്കപ്പ് ചെയ്ത ഫേസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കണ്ണാടി കാണിച്ചോണ്ടാ, കണ്ണാടിയുടെ കണ്ണാടി ഒരു സീനുണ്ട്. അതായത് എന്താ പറയുക സീന്, ഇജി കല്യാണപ്പേരിൽ ഒരുങ്ങിക്കണ പുതിയ എണ്ണാണ്. ഞങ്ങള് ബ്രൈഡ്സ് മെയ്ഡ്സ്. അപ്പൊ ഞങ്ങള് തിരിയും. അച്ഛനെ അറിയണ മതി. അഫീഫ എന്റെ മുട്ടായിന്റെ മൂക്ക് കയറി നീറിന് എന്ത് ഓനൊക്കെ ഇങ്ങനെ ഉറക്കത്തിന് മുന്നിൽ വരാന്നാ മതി. എന്താ പറഞ്ഞേ? ഇതേതാ? ആഫീഫ് എന്താ ബ്ലാഡർ ഇട്ടാണ്ടിരുന്ന്? കറക്റ്റായി. ആ ശുണ്ടൊക്കെ ഷെയറുണ്ട്. അയ്യോ ഓ പിന്നെ ഈച്ചോ ഇജ് അവിടുന്ന് തിരിച്ച് പുതിയ എണ്ണ ജിംഷാ ആ എങ്ങനെ പ്രേമക്കാരോ ഓന്റെ മുന്നിൽ പോയിക്കോ, ഓന്റെ മുന്നിൽ പോയിക്കോ. ഞാൻ കണ്ടില്ലേ? നാട്ടുകാര് പിടിച്ചിട്ടുണ്ടല്ലോ അതേപോലെ അഫിക്ക് ചിരിക്കണോന്ന് അഫിക്ക് ചിരിക്കണറിയില്ല. എടാ വെരി 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 ഈച്ചോ ഈച്ചോ എടാ ഈച്ചു ഈച്ചോ ഈച്ചോ വിളിച്ചെന്നാണ്ട് കൂടുതൽ വിളിപ്പിച്ചാണ് കേട്ടോ. മേതാരാ ഇങ്ങനെ ഈ സൈഡ് എടുക്കാണ്, ഇതിന്റെ ഈ സൈഡ് അടിപൊളി. അങ്ങനെയാണ് പൂക്കികളാണ്. കൊറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കുമ്പോ
ഓല ഈ സൈഡ് ആവുമല്ലോ അടിപൊളി. അല്ല ഓല പടച്ചോണ്ട് ഈ സൈഡ് വരെ ഈ സൈഡ് വരെ സൃഷ്ടിച്ചിരിക്കണേ. എല്ലാവർക്കും എല്ലാം ഒരു സൈഡ് ഇങ്ങോട്ടൊക്കെ നിൽക്കിന്റെ അപ്പം ഇന്റെ ഈ സൈഡ് അടിപൊളി. നമ്മള് തിരക്കിൽ നിൽക്കാറുണ്ട് എല്ലാരും എടുക്കാന്ന് വിചാരിച്ചിട്ട് ഓലേ ഓ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഞാൻ ഇന്റെ ഈ സൈഡ് അടിപൊളി. പിന്നെ രണ്ടെണ്ണീച്ച വരുന്ന എല്ലാം ഒരേ മാതിരിയാ. എന്താ വെച്ചാ എക്സൈറ്റഡ് ആവല്ലേ ഓനെ കാണുമ്പോ. ഇതെന്താ അത് സ്ക്രിപ്റ്റ് മാറിയില്ലോ. എന്താണ് മൂട്ട് പോയിക്കണേ നീച്ചി ആരെങ്കിലും പെണ്ണുവേഷം കിട്ടിയ അത് വേറെ ടീം മുഖം കാണാൻ പഠിച്ചിട്ട് അത് എന്നിട്ട് ഞാൻ ഇസ്ലാമിക് വൈബാണ്. അല്ലല്ല അത് കുറെ ആൾക്കാരുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യം. ഒരു പ്രശ്നമില്ലാതെ മാസ്ക് ഇട്ട് വന്നിട്ട് സെൽഫി എടുത്ത് പോകും. എങ്ങനെ ഞാൻ പറയട്ടെ ഇത് ഇസ്ലാമിക് ആയിട്ടോ അങ്ങനൊന്നും അല്ലട്ടാ. അതുകൊണ്ട് ഇതെങ്ങനെ ഓലാണെന്ന് മനസ്സിലാവുക ആണെ കാണിച്ചു തലയിലും കാണും. ഇന്റെപ്പൊക്കെ ഫോട്ടോ എടുക്കുന്ന ചിലവല്ലേ ഇങ്ങനെ ഇട്ട് കാണും. എന്നിട്ട് ഇങ്ങനെ ഒരു മാസ്ക് ഇട്ടിട്ട് എങ്ങനെ കാണണ്ടോരോ ഇങ്ങനെ എന്നിട്ട് സെൽഫി എടുത്ത് പോകും. ആരോട് അത് പറയാ പറയണത് എങ്ങനെ ഇത് വിശ്വസിച്ചാ? നീ ചുറ്റിയാ മതി. ഇന്റെ ഐഡിയ ഇത് ഓനാണെന്ന് മനസ്സിലാവരുത്. അതിന് വേണ്ടി ഇപ്പൊ അങ്ങനെ സെറിമണി എന്താ വെച്ചാൽ ബ്രൈഡ് തിരിയുമ്പോ നമ്മള് എക്സൈറ്റഡ് ആവും. നമ്മള് ബ്രൈഡ്സ് ആണ്. ബ്രൈഡ്സ് മെയ്ഡ്സ് ആണ് ആരറിയോ? ഓള ആപ്പപ്പനി ഇളപ്പനി കുട്ടികള്. അങ്ങനത്തെ 5 പരിപാടികളും കാണും. ഇന്നാളെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പം കുറെ പെണ്ണുങ്ങള് പുതിന്റെ ഒപ്പമുള്ള പോലെ പെണ്ണുങ്ങൾ ഞങ്ങള് ബ്രൈഡ്സ് മെയ്ഡ്സ് ആണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയാ. അത്ര അന്ന് എനിക്കത് എന്താന്ന് അറിയില്ല. ഇനി ഞാൻ എന്നിട്ട് ആടാ ബ്രൈഡ്സ് മെയ്ഡ്സ് ഇതെന്താ എളാപ്പാൻകുട്ടി മൂത്താപ്പാൻകുട്ടി അമ്മായിന്റെ കുട്ടി ആപ്പാപ്പാൻകുട്ടി ഉമ്മാന്റെ പെങ്ങന്മാരുടെ കുട്ടികളാണ്. ഇബൽ എന്നിട്ടുണ്ടോ ഞങ്ങള് ബ്രൈഡ്സ് മെയ്ഡ്സ്. എന്നിട്ട് ആ പോത്ത് ബിരിയാണി തൈരും കൂട്ടി എന്തെങ്കിലും നിൽക്കണത്താവും. കണ്ടാ മറ്റേ സുഷിയൊക്കെ തിന്ന് വരായിരുന്നു. അല്ല തൊള്ള കണ്ടാ കൂടുതൽ പറയണ്ടവാ. ഞാൻ അല്ല എത്ര നേരം ഇതാരടാ ചൂടാനറിയാമോ? പണ്ടത്തെ വ്ളോഗിന്റെ കമന്റ് ഇങ്ങനെ വായിച്ചോട്ടെ. മിസ്റ്റർ കമന്റ് റീഡർ, ഏത് കമന്റുകളും ഉത്തരവാദിത്തോടെ രാത്രി 1 മണിക്ക് ഇരുന്ന് വായിച്ചു കൊടുക്കപ്പെടുന്നു. ഇപ്പച്ചി കമന്റ് നമുക്ക് യൂട്യൂബിൽ റവന്യൂ ഇട്ടാന്ന് വെച്ചാൽ ഇപ്പച്ചി കമന്റ് എത്ര കാലം പരസ്യം അടിയിൽ വന്ന് പോലെ ഫുള്ള് കമന്റ് അടിച്ചു കൊടുക്കും. എല്ലാവരും കൂടുതൽ കമന്റ് അടി. അപ്പൊ ഇപ്പച്ചി വായിച്ചോണ്ടേ ഇരിക്കും. കൂടുതൽ കമന്റ് അടി. പൊന്നാരമ്മച്ചി എത്ര പെർഫെക്ഷൻ. എല്ലാവരും വ്ളോഗിൽ ഹലോ ഉപ്പച്ചി കമന്റ് ഇട്ടോളി. അൽപ്പച്ചിക്ക് ഹലോ തിരിച്ചു പറയുണ്ടാവും. അധികണ്ട് അതിന് ഒരു വട്ടം പറഞ്ഞ കേക്കണ്ടേ? ഏടാ
പക്ഷേ ഷാളിനെ പറ്റില്ല അഭിപ്രായം ഇനി പറയുന്നു. അതിന്റെ പ്രൊമോഷൻ ഇനിയിപ്പോ ഇല്ല, ഞങ്ങളും കൂടി ഇട്ടിട്ട് ഇത് എങ്ങനെ ഉണ്ട് സാധന സുഖല്ലേ? അഭിപ്രായം പറയാ. അല്ല നിങ്ങൾക്ക് കുറച്ചേരം ഇടുമ്പോ തന്നെ കൂതറ ഇടണോ അല്ലാത്തൊന്നും അങ്ങനില്ല, നല്ല സുഖം. ഇപ്പം ഔ അന്നിപ്പോ കെട്ടിച്ച് രണ്ടീ കോലം കണ്ട് ഒന്ന് പോയിക്കാൻ ഒരു പുറസത്തോളി റീലൊക്കെ എടുക്കണ്ടോ. My baby. He's so beautiful. മതിട്ടോ ആൾക്കാര് പിരാന്തായിരുന്നു.